എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹനോയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഹനോയിലേക്ക് എത്തിയത്. പകലൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ എടുത്തിട്ട് 2-3 അട്രാക്ഷൻസ് ഞങ്ങളൊന്ന് കവർ ചെയ്ത് അവസാനം നമ്മൾ പോയത് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ അട്രാക്ഷൻ്റെ അടുത്തേക്കായിരുന്നു. ഇനി ഞങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടി ഒരു ഹലോങ് ബേ ടൂറും കൂടി ബുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഹലോങ് ബേയിലേക്കുള്ള ടൂറുകളുടെ പല ഓപ്ഷൻസ് സിറ്റി സെൻറ്ററിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സിറ്റി സെൻറ്റർ വരെ പോയിട്ട് ടൂറും ബുക്ക് ചെയ്ത് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിക്കാനായിട്ടാണ് ഇന്നത്തെ ഇനിയുള്ള പ്ലാൻ. വൈകുന്നേരം ആയതോടുകൂടി ഇവിടുത്തെ റോഡുകളെല്ലാം നന്നായിട്ട് തിരക്കായിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ബൈക്കുകളാണ്. വിയറ്റ്നാമിൽ തന്നെ നമ്മൾ നേരത്തെ പോയിരുന്ന ഹോച്ചിമിൻ സിറ്റിയാണ് മോട്ടോർ സൈക്കിൾ സിറ്റി ഓഫ് വിയറ്റ്നാം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഹനോയിൽ അത്രയധികം ബൈക്കുകളില്ലെങ്കിൽ തെറ്റില്ലാത്ത എണ്ണം ബൈക്കുകൾ റോട്ടിലുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കൂടെ കടന്നുപോയ വഴികളൊക്കെയാണിത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയേക്കണത്. ഇതാണ് കേട്ടോ ഹനോയിലെ ഓപ്പറ ഹൗസ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ടൂർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഈ പരിസരത്തൊന്നും യാതൊരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടുത്തെ അവസ്ഥ നേരെ തിരിഞ്ഞേക്കാണ്. വൈകുന്നേരം ആയതോടുകൂടി ഈ പരിസരം എല്ലാം നല്ല ആക്റ്റീവായി. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ദേ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡിലേക്ക് കയറിയാണ് വധൂവരന്മാരുടെ അതുപോലെ തന്നെ ക്യാമറാമാൻ്റെ ഒക്കെ നടത്താം. നാളെ ക്രൂസ് പോണ കാരണം ഞങ്ങൾക്ക് ടൗണിലേക്ക് ഇറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഹനോയ് സിറ്റി രാത്രിക്ക് ഇറങ്ങണ ഒരു പരിപാടി ഞങ്ങൾ ഇന്ന് തന്നെ തീർക്കാണ്. പ്രത്യേകിച്ച് ഒരു പ്ലാനും തൊട്ടിട്ടില്ലെങ്കിലും സിറ്റിയുടെ അവിടെ ഇവിടെയൊക്കെ കണ്ടും കൊണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തും കൊണ്ട് അങ്ങോട്ട് എത്താനായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറിൻ്റെ ഇടയിൽ വന്ന ലേക്കിൻ്റെ ഒരു രാത്രി വ്യൂ ആണിത്. അധികം നേരം ഇവിടെ ചിലവാക്കാണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചും കൊണ്ട് തിരിച്ച് റൂമിലേക്കും പോകണം. നാളത്തേക്കുള്ള ടൂറും ബുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള വഴിയിലാണ്. നാളെ രാവിലെ ഏകദേശം 7 മണിയാകുമ്പോഴേക്ക് റെഡിയായി കിടന്നാണ് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞേക്കുന്നത്. നാളെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ളൊരു ഫുൾ ഡേ ടൂറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഏകദേശം 12 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കുമെന്നാണ് ഞങ്ങളുടെ അടുത്ത് ടൂർ ഏജൻറ്റ് പറഞ്ഞത്. അധികം താമസിക്കാണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഡെയ്വു എന്ന് പറഞ്ഞ ഹോട്ടൽ അത്യാവശ്യം കുറച്ച് പഴക്കമുണ്ടെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ലോബിയും അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയയും. ലോബിയും റിസപ്ഷനും ഒക്കെ പഴക്കമൊന്നും തോന്നാത്ത രീതിയിൽ നല്ല മോഡേൺ ആയിട്ടാണ് ഇവർ റിനോവേറ്റ് ചെയ്തേക്കണത്. റൂമിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ലൈറ്റപ്പ് ഒക്കെ ചെയ്തേക്കണ പൂള് ഞങ്ങൾ കണ്ടത്. ഹോട്ടലിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ചെറിയൊരു പഴക്കമൊക്കെ ഫീൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ വലിയ തെറ്റില്ല കേട്ടോ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഹലോങ് ബേയിലേക്ക് പോകാനായിട്ടുള്ള വണ്ടി എത്തി.
നല്ലൊരു മിനി വാനിലാണ് കേട്ടോ ഞങ്ങൾ ഹനോയിൽ നിന്ന് ഹലോങ് ബേയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകണത്. ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ചെയ്യണമെന്നാണ് ഡ്രൈവർ പറയണത്. ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറി താമസിക്കണ കാരണം ഞങ്ങളെയാണ് അവസാനം ഇവർ പിക്ക് ചെയ്തേക്കണത്. ഇനി ഇവിടെ നിന്ന് നേരെ പോണത് ഹലോങ് ബേയിലേക്കാണ്. രാവിലെ തൊട്ട് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ആയിട്ടാണ് ക്ലൈമറ്റ് നിൽക്കുന്നത്. മഴയൊന്നും കിട്ടാണ്ട് ഇന്നൊരു ദിവസം കൂടി കടന്നുപോയാൽ മതി എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഹൈവേയിലേക്ക് കയറിയതോടുകൂടി ഡ്രൈവർ അത്യാവശ്യം നന്നായിട്ട് കാല് കൊടുത്താണ് വണ്ടി വിടുന്നത്. കുറച്ചു നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സിറ്റിയുടെ പുറത്തുള്ള സ്ഥലത്തേക്ക് എത്തി. ഞങ്ങൾ ഒറ്റ ദിവസത്തെ ക്രൂസാണ് എടുത്തേക്കണമെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിലുള്ള ബാക്കി പലരും 2 ദിവസത്തെ ക്രൂസാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നേരത്തെ ഫുള്ള് പച്ചപ്പാർന്ന കാഴ്ച എന്നുണ്ടെങ്കിൽ ഇപ്പം ഫുള്ളും വെള്ളമായിട്ടാണ് കാഴ്ച. ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഏകദേശം ഹലോങ് ബേയുടെ അടുത്തേക്ക് എത്തി എന്നുള്ളത് മനസ്സിലായി. ഏകദേശം 1.25-2 മണിക്കൂർ യാത്ര ചെയ്തതോടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി. റിഫ്രഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയെങ്കിലും ഇത് ശരിക്കും ഒരു പേൾ ഫാക്ടറിയാണ്. ടൂറിസ്റ്റുകൾക്ക് ഗോൾഡും അതുപോലെ തന്നെ ഡയമണ്ടൊക്കെ വാങ്ങാനായിട്ടുള്ള ജ്വല്ലറികളിൽ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലത്തെ മറ്റൊരു പരിപാടിയാണ് ഈ ഒരു പേൾ ഫാക്ടറിയിൽ നിർത്തിയേക്കുന്നത്. നമ്മുടെ വണ്ടി മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ടൂറിസ്റ്റുകളുടെ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പേൾ കൾട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നടക്കുന്നത്. നമ്മൾ കാണുന്ന 99% പേളുകളും നാച്ചുറൽ പേളുകളല്ല കേട്ടോ. ഇതെല്ലാം പേൾ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്നതാണ്. ഓയിസ്റ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ജീവിനെ വെച്ചാണ് ഇവർ പേൾ ഉണ്ടാക്കുന്നത്. ഈ ഓയിസ്റ്റർ എന്ന് പറഞ്ഞ ജീവിയുടെ ശരീരത്തിലേക്ക് ചെറിയ മുത്ത് എന്തെങ്കിലും അകത്തേക്ക് കയറ്റി വയ്ക്കും. ഇത് ഈ ഓയിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന എന്തോ ബാക്ടീരിയ ആണെന്ന് വിചാരിച്ച് ഇത് തിളക്കമുള്ളൊരു മെറ്റീരിയൽ വെച്ച് ഈ മുത്തിനെ പൊതിഞ്ഞു കൊടുക്കും. ഇത് പല ലെയറുകളായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന പേളെന്നുള്ള സാധനം രൂപപ്പെടുന്നത്. ഇവിടെ എല്ലാം ആ ഒരു പ്രോസസ്സാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രോസസ്സുകളെല്ലാം വിവരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കും ഇതെല്ലാം ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. ഞങ്ങളും ചിന്തിച്ചേർന്നത് പേളെല്ലാം നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. ഇവരിവിടെ ഓയിസ്റ്ററിൻ്റെ അകത്തുനിന്ന് പേള എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് ആഭരണങ്ങളാക്കും. ആ ഒരു പ്രോസസ്സ് മുഴുവനും നമുക്കിവിടെ കാണാനും പറ്റും. ഇതിലെല്ലാം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് പിടിച്ചു വെച്ചേക്കണ ഓയിസ്റ്ററുകളാണ്. ആയിരത്തി 1893 ഇങ്ങനെ കൾച്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പേള് ഉണ്ടാക്കി തുടങ്ങിയത്. പേൾ സർജറി എന്നൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾക്കൊക്കെ ഇവർ പേരൊക്കെ ഇട്ടേക്കണത്. ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ട പേൾ സർജറിയുടെ ഒരു ഭാഗമുണ്ടാ.
ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന ബാക്കിയുള്ള ടൂറിസ്റ്റുകളും ഭയങ്കര ആകാംക്ഷയോടുകൂടിയാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത്. കാര്യമൊന്നും വാങ്ങാനായിട്ട് പ്ലാനില്ലെങ്കിലും ഷോറൂമിൻ്റെ അകമൊന്ന് കയറി കാണാണ്. അത്യാവശ്യം നല്ല വലിയൊരു പേൾ ഷോറൂമാണ് അത്. കുറച്ച് ടൂറിസ്റ്റുകൾ ഇതിൽ നിന്ന് വാങ്ങണമുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങിയ സ്ഥലത്തെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇവിടെ പേള് വെച്ച് മാലകളും കമ്മലുകളും വേണ്ട എല്ലാ തരം ആഭരണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കണ 10 മിനിറ്റ് സമയം കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ഷോറൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വൈകി വന്ന് ഇനി ഇന്ത്യക്കാരുടെ വില കളയരുതല്ല. പേൾ ഫാക്ടറി കണ്ട് കുറച്ചു നേരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഹലോങ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തി. ഇത് മെയിനായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ്. ഒരുവിധപ്പെട്ട എല്ലാ ഹലോങ് ബേ ക്രൂസുകളും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും ഇല്ലാണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. രാവിലെ തൊട്ട് മൂടിക്കെട്ടിയൊക്കെയാണ് ക്ലൈമറ്റ് ഇരുന്നിരുന്നെങ്കിലും ഇവിടെ എത്തിയതോടുകൂടി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സിറ്റിയാണിതെന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്ര നന്നായിട്ടാണ് ഇവരിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ കേബിൾ കാറൊക്കെ ഓപ്പറേറ്റ് ചെയ്യണതും കാണാം. ഞങ്ങളെ ക്രൂയിസ് ബോട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അടുത്ത വണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ വണ്ടി റോഡ് സൈഡിലൊന്ന് ഒതുക്കി. പുള്ളി ഫോൺ വിളിച്ച് 2 മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത വണ്ടി എത്തിയിട്ടാ. ഈ വണ്ടി നമ്മളെ ക്രൂയിസ് ബോട്ടിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിക്കും എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഞങ്ങൾ ഹനോയിൽ നിന്ന് വന്ന വണ്ടിയിലുള്ളവർ വേറെ ഏതോ ക്രൂയിസാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൂസ് ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. ചെറുതായിട്ട് മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ക്രൂസ് ബോട്ടിലൊരു സ്റ്റാഫ് വന്നിട്ട് വൈഫിനെയും കൊച്ചിനെയും നേരെ ഫ്രണ്ടിൽ കൊണ്ടുപോകാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഇവിടെ നിർത്തിയിട്ടേക്കണ എല്ലാ ബോട്ടുകളിലേക്കുള്ള എൻട്രി. കുറേയധികം ക്രൂസ് ബോട്ടുകളാണ് ഈ പിയറിൽ നിന്ന് പുറപ്പെടാനായിട്ട് കിടക്കുന്നത്. ക്രൂസ് ബോട്ടുകൾ എന്ന് പറയണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ബോട്ടുകളൊന്നും അല്ലാട്ടത്. ഏകദേശം 500-600 പേരെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറിയ ഷിപ്പുകളൊന്നും വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഇന്നത്തെ ദിവസം ക്രൂസിലേക്ക് വന്ന ആദ്യത്തെ ഗസ്റ്റുകൾ ഞങ്ങളാണ്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 19,000 രൂപയാണ് ഞങ്ങൾ 3 പേർക്കും കൂടി ഹനോയിൽ നിന്നുള്ള ഈ ട്രിപ്പിൻ്റെ കോസ്റ്റ് വന്നത്. ഹലോങ് ഡയമണ്ട് ക്രൂസസ് എന്നാണ് ഈ ക്രൂസിൻ്റെ പേര്. ഇത് നല്ല വലിയൊരു ബോർഡ് റൂമും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു ക്രൂസാണ്. ആളുകളൊന്നും ഇതുവരെ വന്നു തുടങ്ങാത്ത കാരണം ഞങ്ങൾ എന്തായാലും ഈ ക്രൂസ് ഒന്ന് കറങ്ങി കാണാൻ പോവാണ്.